ഇന്ന് നമുക്ക് ചെട്ടിനാട് സ്പെഷ്യൽ തെരക്കൽ ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റും, ചപ്പാത്തിക്കും നമുക്ക് കൂടെ കഴിക്കാൻ പറ്റും. അതിലേക്കായി നമുക്ക് ആദ്യം ഒരു പൊടി തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് നല്ല പോലെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് ഞാൻ പൊടിച്ച് ഇവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു അരപ്പ് കൂടി തയ്യാറാക്കണം. അതിനായി 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 2 എന്നുള്ളത് 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ അത്രയും ഉണ്ടാവും കേട്ടോ, അത് കുഴപ്പമില്ല. പിന്നെ കസ്കസ് 1 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് ഒന്ന് നല്ല പോലെ അരച്ചെടുക്കുക. ഇനി ഈ അരച്ചത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. പിന്നീട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ ഇത്തിരി കടുക് പൊട്ടിക്കുക. പിന്നെ ഒരു 2 തുണ്ട് കറുവാപ്പട്ട ഇട്ടിട്ട് ഒന്ന് ചൂടാവുന്ന സമയത്ത് പിന്നെ നമ്മൾ ഒരു 10-15 ഉള്ളി ഞാൻ നെടുകെ കീറിയിട്ട്, ചെറിയ ഉള്ളി കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടിട്ട് നല്ലപോലെ ഇളക്കുക. എന്ന ശേഷം ഒരു 5-8 വെളുത്തുള്ളി നെടുകെ കീറിയത്, അതിനുശേഷം ഒരു ടൊമാറ്റോ, വലുതാണെങ്കിൽ കേട്ടോ 1, ചെറുതാണെങ്കിൽ 2 ടൊമാറ്റോ അരിഞ്ഞതും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. പിന്നീട് ഇതിലേക്ക് 2-3 പച്ചമുളക്, നിങ്ങളുടെ എരിവിന് അനുസരിച്ച് കേട്ടോ പച്ചമുളക് ഇടുക. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, അതും ഇതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം പാകത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 വഴുതനങ്ങ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇടുക. പിന്നെ അതേമാതിരി 2 പൊട്ടറ്റോ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് രണ്ടും ഇതിലോട്ടിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക. കഷ്ണങ്ങളെല്ലാം ഇട്ട ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇഡ്ഡലിക്കും ദോശയ്ക്കും നമുക്ക് സാമ്പാർ, ചട്നി, സമ്മന്തി ഇതെല്ലാം മടുക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട്. അപ്പം നമുക്കിതിലത്തെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു അല്ലെങ്കിലും കൊഴുപ്പ് കിട്ടും കേട്ടോ. പൊട്ടുകടലയും കസ്കസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും. എന്നാലും ഒരു 2-3 വേണമെങ്കിൽ നമുക്കിത് ഉടച്ചു കൊടുക്കാം. എന്ന ശേഷം നമ്മൾ അരച്ച് വെച്ച നാളികേരം ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിക്കുക. കുറച്ച് മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ. പിന്നെ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടിയും ഇത് ലൂസാക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയോ അല്ല മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയോ തൂവി കൊടുക്കുക. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.